വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ അത്ഭുതമുള്ള ഒരു ദിക്ർ പരിചയപ്പെടുത്തി തരാം, ഒരു സൂറത്ത് പരിചയപ്പെടുത്തി തരാം. ജുമുഅ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ പറയും പോലെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടും, ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒരാഗ്രഹം മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ 100-ൽ പരം ആഗ്രഹങ്ങൾ, ഇഹത്തിലും പരത്തിലുമുള്ള ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. അത് ഉറപ്പാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ഭുത ഫലം കിട്ടും. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ഇസ്ലാമിക ടിപ്സാണിത്. അതുകൊണ്ട് തന്നെ 100% വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ജുമുഅ ദിവസം വെള്ളിയാഴ്ചയാണ് നമുക്ക് ദുആയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ഒരു ദിവസം, ദുആയ്ക്ക് ഉത്തരം കിട്ടാൻ ചാൻസ് ഉള്ള ദിവസം. നമ്മുടെ ദിവസങ്ങളുടെ ആഴ്ചയിലെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. ആ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നത്. അതും ജുമുഅക്ക് ശേഷം പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വെച്ച് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. സ്ത്രീകൾ വീട്ടിൽ നിന്നും ചെയ്താൽ മതി. ളുഹർ നിസ്കാര ശേഷം സ്ത്രീകൾ വീട്ടിൽ നിന്ന് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരും, അത് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. പിന്നെ വിശ്വാസം വേണം. എനിക്കെൻ്റെ റബ്ബ് തരും, എന്നെ പഠിച്ച റബ്ബാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചാൽ അള്ളാഹു ദുആ തട്ടിക്കളയൂല, ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം തരും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ കൽബിൽ വേണം. ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നോക്കാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവരുത്. ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം വേണം. എന്നാലാണ് നമുക്കതിനുള്ള ഫലം കിട്ടുകയുള്ളൂ. പിന്നീട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുകയും വേണം. അക്ഷരത്തെറ്റില്ലാതെ ചെയ്യണം. എന്നാലാണ് നമുക്കതിനുള്ള അത്ഭുത ഫലം കിട്ടുകയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ജുമുഅ നിസ്കാര ശേഷം നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായയിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾ ചൊല്ലുക. നിങ്ങൾ ആദ്യം കുറച്ച് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് കുറേ ദുആ ചെയ്യുക. ആ ഒരു ദിവസം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. വീട്ടിലുള്ള ബാക്കിയുള്ള തിരക്കൊക്കെ മാറ്റി വെച്ച് നിസ്കരിക്കാനും അള്ളാഹുവിനോട് കുറച്ച് സമയം സംസാരിക്കാനുമായിട്ട് റെഡി ആയിട്ട് തന്നെ വരിക. വേറെ ആരും വന്നിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യരുത്. നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കാനായിട്ട് തന്നെ ഒരു സമയം കണ്ടെത്തുക. എന്നിട്ട് ജുമുഅ നിസ്കാര ശേഷം, വെള്ളിയാഴ്ചത്തെ ആ ഒരു ളുഹർ നിസ്കാര ശേഷം നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായലിരുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇഹത്തിലും പരത്തിലും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ശേഷം നിങ്ങൾ നബിയുടെ ഹദ്റത്തിലേക്ക് സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്ക് എത്രയാണോ കഴിയുക അത്ര സ്വലാത്ത് ചൊല്ലുക. അതും ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു സൂറത്ത് ഓതുക. നമുക്ക് ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നാളെ ഖബറിൽ നമ്മൾ ആലിമ്യങ്ങളോട് കിടക്കാൻ പറ്റും. അത്രയ്ക്ക് പവറുള്ള സൂറത്താണ് ഇഖ്ലാസ് സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്ത് ആ ഒരു നിസ്കാരപ്പായലിരുന്നു കൊണ്ട് നിങ്ങൾ 100 പ്രാവശ്യം ഓതുക. അക്ഷരത്തെറ്റില്ലാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് നിയത്ത് നല്ല രീതിയിൽ ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ കൈകൾ ഉയർത്തുക. എന്നിട്ട് നിങ്ങൾ ശേഷം നബിയുടെ ഹളറത്തിലേക്ക് 100 സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും കുഴപ്പമില്ല. നിങ്ങൾക്കറിയാവുന്നൊരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക. നബിയുടെ ഹളറത്തിലേക്ക് എന്ന് നിയത്ത് വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുക. ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ദുആ ചൊല്ലുക. നിങ്ങൾ ചൊല്ലേണ്ട ദുആയാണ് അല്ലാഹുമ്മ ഫിനി ബി ഹലാലിക അൻ ഹറാമിക വ അഗ്നിനി ബി ഫളിലിക അമ്മൻ സിവാക്. ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ നിങ്ങൾ 70 പ്രാവശ്യം ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുക. എന്നിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ചൊല്ലിയാൽ മതി കേട്ടോ. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൻ്റെ കെട്ടുകൾ അള്ളാഹുവിൻ്റെ മുന്നിലങ്ങ് അയച്ചു വിടുക. ഉറപ്പായിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ദുആ തട്ടിക്കളയുകയില്ല. ഈ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഹലാലായ ആഗ്രഹമാണെങ്കിൽ അള്ളാഹു ഉറപ്പായിട്ടും സാധിപ്പിച്ചു തരും. അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഫലം അള്ളാഹു തരും, അത് ഉറപ്പാണ്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് എല്ലാ വെള്ളിയാഴ്ചയും തുടരണമെങ്കിൽ അങ്ങനെയും തുടരാം.
നിങ്ങൾക്ക് ളുഹറിന് ശേഷമായിട്ട് തുടരണമെങ്കിൽ അങ്ങനെയും ചൊല്ലാം. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അള്ളാഹു ദുആ തട്ടിക്കളയില്ല. ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.